അല്ല, ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം എന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പ്രവർത്തന രംഗത്ത് കാണിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് LDFിൻ്റെ സ്ഥാനാർത്ഥി ആവുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഒരു സ്ക്വാഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം അൻവർ രാജിവെച്ചതിനു ശേഷം ഞങ്ങൾ അപ്പോൾ തന്നെ തുടങ്ങിയ സംഘടനാ പ്രവർത്തനമാണ്. ഒരു കാലത്തും കാണാത്ത രീതിയിൽ ബൂത്ത് തലത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച് അപ്പം ഞങ്ങൾ വളരെ ഘടനാപരമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ഗൗരവമായിട്ട് കണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പ്രചരണത്തിലാണെങ്കിലും ഞങ്ങൾ പറയുന്നിടത്താണ് പ്രചരണം നടക്കുന്നത്. ഇന്ന് പെൻഷനെ സംബന്ധിച്ചും എല്ലാം, വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചും ദേശീയപാതയെ സംബന്ധിച്ചുമാണെങ്കിലുള്ള വിഷയങ്ങളിലെല്ലാം സർക്കാരിന് മറുപടി പറയാൻ കഴിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടന്നു തുടങ്ങി. ഇപ്പോൾ പെരുന്നാളിന് ശേഷം കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രചരണങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സജീവമായി നമ്മുടെ UDFിൻ്റെ പ്രവർത്തകർ മുഴുവൻ ഗ്രൗണ്ടിലുണ്ട്. നല്ല സർക്കാരിനെ വിചാരണ ചെയ്യുന്ന ഒരു കുറ്റപത്രം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വികസന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സർക്കാരിനെ 9 വർഷത്തെ വിചാരണ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. അതിൽ വിജയം ഒരു സംശയവും വേണ്ട UDFിന് തന്നെയാണ്. 10 സ്ഥാനാർത്ഥികൾ മൊത്തമായിട്ടുണ്ട്. അതിനകത്ത് LDFും UDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അത് കഴിഞ്ഞാൽ BJP ഒരു നാമമാത്രമായിട്ട് നമുക്കറിയാവട്ടെ സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞാൽ 7 സ്വതന്ത്രന്മാരാണ്. ആ 7 സ്വതന്ത്രന്മാരിൽ ഒരാളാണ് ഇന്ന് റോൾ. BJP LDFുമായിട്ട് രഹസ്യധാരണകളുടെ ആരോപണം തുറക്കുന്നതിലുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. കാരണം ആദ്യം തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ വേണോ എന്നുള്ള, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് തന്നെ അവർക്ക് വലിയ കൺഫ്യൂഷനാണ്. ഒന്ന് നോക്കൂ, 10 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പായിട്ട് നടക്കുന്ന ഒരു ഫൈനൽ ഷോ ഡൗൺ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്ന, വലിയ വാശിയോടുള്ള മത്സരം നടക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള സംശയമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ദുരൂഹതയല്ലേ? എന്നാലോചിച്ച് ഒരു സാധാരണ ഒരു പാർട്ടിയാണെങ്കിൽ പോലും അടുത്ത് വരുന്ന ഒരു മാസത്തെ വരുന്ന ഈ TV സ്പേസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവിടെ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ അവരുടെ കാരണങ്ങളുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, അത് LDFിനെ സഹായിക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനെ സഹായിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള BJPയുടെ അജണ്ടയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഏറ്റവും ശക്തമായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായിട്ടൊന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യമായിട്ടായിരുന്നു പിണറായി വിജയനും BJPയും തമ്മിലുള്ള ബാന്ധവമെങ്കിൽ പിന്നീട് വന്ന അജിത് കുമാറിൻ്റെയും തൃശ്ശൂർ പൂരം കലക്കലിൻ്റെയും ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് നിരവധി വിഷയങ്ങളിൽ അത് പരസ്യമായിട്ടുള്ള ബന്ധം തന്നെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ജനങ്ങൾ നേരത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ഏതാണ്ട് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് അതല്ല, BJPക്ക് മുന്നിൽ കീഴടങ്ങിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കൃത്യമായ ബോധ്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്, ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ. എത്ര ഭൂരിപക്ഷം കിട്ടാനാണ് സാർ? അതിപ്പോൾ ഞങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം ബൂത്തിൽ ഉള്ള വർക്ക് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഡാറ്റ കിട്ടി. പ്രതിപക്ഷ നേതാവ് ആണ് ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലോട്ട് മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ. ആര്? അല്ല, നോക്കൂ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ആം ട്വിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 ഇത് വെച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കാര്യം നടത്താമെന്ന് ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം, UDFിൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ അത് പോകുള്ളൂ എന്ന് കൃത്യമായ സന്ദേശം കൊടുത്തതാണ് സതീഷ് പ്രതീക്ഷ നേതാവിൻ്റെത്. അത് തീർച്ചയായിട്ടും വലിയ സ്വീകാര്യതയുണ്ട്. നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യം. ആ നിലപാടുള്ളവരാണ് നേതാവ്. അപ്പോൾ ആ നിലപാട് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. പല ആൾക്കാർക്കും അൻവർ എന്ന് പറയുന്ന ഒരു സമയം, ഇപ്പം നേരത്തെ പറയുന്ന നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ഇപ്പോൾ TV മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയുക, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏതാണ്ട് ഈ രാഷ്ട്രീയത്തിലെ ആറാട്ടെണ്ണനെ പോലെ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ? സ്പേസിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നുമല്ല, സ്പേസിന് വേണ്ടി മാത്രമാണ്. വലിയ സങ്കടം ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം, ഒരു പ്രചരണത്തിന് പോലും ഒരു സംവിധാനം ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ മാധ്യമങ്ങൾ കെട്ടിപ്പോക്കിയ ഒരു ഇമേജായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്ന് LDFിലായിരുന്നപ്പോൾ LDFിനകത്തെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇത് കിട്ടും. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളത്
അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഭീഷണിക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും വഴങ്ങിയില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും ആത്മാഭിമാനമാണ് ഏത് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ വലുത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലപാടിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ UDF കൂടുതൽ കെട്ടുറപ്പോടുകൂടി കാണുന്നുണ്ടല്ലോ. ഒരു സംശയവും വേണ്ട, 100%. കാരണം എത്രയോ പേര് ഈ പല കാരണങ്ങൾ കൊണ്ട് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പറയുന്നതിന് ശ്രമിച്ച മാധ്യമങ്ങൾ തന്നെ ഒരേ സമയം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പരസ്പര വിരുദ്ധമായ വാർത്തകൾ പോലും ഒരേ ചാനൽ ചെയ്തുകൊണ്ട് UDFിനകത്ത് വലിയ പ്രശ്നമാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ കൺവെൻഷനും മക്കയിലായിരുന്ന പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചു എന്നുള്ള വാർത്ത വരെ ഉണ്ടാക്കി ഇല്ലേ. അപ്പോൾ പല രീതിയിൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. പക്ഷേ അത്തരത്തിലുള്ള പ്രചരണത്തെ മുഴുവൻ ഒരു സംശയത്തിനും ഇട നൽകാൻ കഴിയാതെ മുസ്ലിം ലീഗ് ആണെങ്കിലും പാണക്കാട് കുടുംബമാണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തെ മുഴുവൻ തലമുതിർന്ന നേതാക്കന്മാരാണെങ്കിലും VD സതീശനെ ഒറ്റയിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടന്നപ്പോഴും പരിചയമായിട്ട് നിന്നത് ആ നേതാക്കന്മാരാണ്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, UDFിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായിരുന്നു.